അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് കേട്ട വളരെ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു. പരിശുദ്ധമായ മക്കയിൽ വെച്ചു ആരിഫ എന്ന് പറയുന്ന സഹോദരി, ഒരു ഉമ്മ മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ആദ്യം സങ്കടം തോന്നിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ മഹദിയുടെ ഭാഗ്യം കണ്ടപ്പോൾ പരിശുദ്ധ മക്കയിൽ വെച്ച് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് എല്ലാം റാഹത്തായി, പാപങ്ങളിൽ നിന്നൊക്കെ മുക്തമായി, വളരെയേറെ റാഹത്തോടുകൂടി പരിശുദ്ധ മക്കയിൽ മരണപ്പെടുകയും പരിശുദ്ധമായ ജന്നത്തുൽ മുഅല്ലയിൽ മറവ് ചെയ്യപ്പെടാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത ആ വലിയൊരു ഭാഗ്യത്തെക്കുറിച്ച് ഓർത്തപ്പോൾ, ആ മഹദിയുടെ ഭാഗ്യത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ഏറെ സന്തോഷിക്കുകയും ചെയ്തു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിലായി ഭർത്താവിൻ്റെ കൂടെയാണ് കാസർഗോഡ് ഉപ്പള സ്വദേശിനിയായ ആരിഫ എന്നവർ പരിശുദ്ധ മക്കയിലേക്ക് ഹജ്ജ് നിർവഹിക്കാനായി പോകുന്നത്. ബന്ധുക്കളോടും കൂട്ടുകാരോടും നാട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് അവരോടൊക്കെ പൊരുത്തം ചോദിച്ച് അള്ളാഹുവിനോട് പരിശുദ്ധമായ തൗബ ചെയ്ത് എല്ലാം റാഹത്തായി പരിശുദ്ധമായ മക്കയിലെത്തി, അതുപോലെ നല്ല രീതിയിൽ റാഹത്തായി ഹജ്ജ് കർമ്മം നിർവഹിക്കുകയും ചെയ്തു ആരിഫ എന്നവർ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് മിനായിലെത്തി ജംറകളിൽ കല്ലെറിഞ്ഞ് കൂടാരങ്ങളുടെ നഗരമായ മിനായോട് വിട പറഞ്ഞ് അസീസിയയിലെ താമസ സ്ഥലത്ത് മടങ്ങിയെത്തിയതായിരുന്നു ആരിഫ എന്ന പ്രിയപ്പെട്ട ഉമ്മ. അസീസിയയിൽ താമസിക്കുന്ന സ്ഥലത്ത് വിശ്രമിക്കുന്നതിനിടെ പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാവുകയും അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയുമായിരുന്നു ആരിഫ എന്ന ഉമ്മ. മരണപ്പെട്ടതിന് ശേഷം ബന്ധുക്കളുടെയൊക്കെ സമ്മതത്തോടുകൂടി പരിശുദ്ധമായ ബഹുമാനപ്പെട്ട മഹദി ഖദീജ റളിയല്ലാഹു അൻഹ അന്തിയുറങ്ങുന്ന, അതുപോലെ ഒരുപാട് സ്വഹാബികളൊക്കെ ഒരുപാട് മഹാന്മാരൊക്കെ അന്തിയുറങ്ങുന്ന പരിശുദ്ധ മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എത്രയേറെ ഭാഗ്യം ലഭിച്ച ഉമ്മയാണ്, എത്രയേറെ ഭാഗ്യം ലഭിച്ച സഹോദരിയാണ് ആരിഫ എന്ന ആ പ്രിയപ്പെട്ട ഉമ്മ. കാരണം പരിശുദ്ധ മക്കയിൽ ഒരുപാട് സ്വഹാബികളും സ്വഹാബിയാത്തുകളൊക്കെ അന്തിയുറങ്ങുന്ന പരിശുദ്ധ മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ മറവ് ചെയ്യപ്പെടാനുള്ള ഭാഗ്യം ലഭിച്ചു, അവിടെ അന്തിയുറങ്ങാനുള്ള ഭാഗ്യം ലഭിച്ചു. അതുപോലെ തന്നെ നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ എല്ലാവരോടും പൊരുത്തം ചോദിച്ച് സമ്മതം ചോദിച്ച് അങ്ങ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചു പൂർത്തീകരിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഒരാൾ ഹജ്ജും ഉംറയൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ സത്യം പറഞ്ഞാൽ അവൻ്റെ ഉമ്മ പെറ്റതുപോലെ, എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായും മുക്തമായി നല്ലൊരു മനുഷ്യനായി മാറിയ ആ ഒരു സാഹചര്യത്തിലാണ് അള്ളാഹുവിൻ്റെ മലക്കാകുന്ന അസറായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മഹദിയുടെ റൂഹ് പിടിക്കുന്നത്. അത്രത്തോളം വലിയ ഭാഗ്യം ലഭിച്ച മഹദിയാണ് ഈ പ്രിയപ്പെട്ട ഉമ്മ. മരിക്കുമ്പോൾ ഇതുപോലെയൊക്കെ മരിക്കാൻ സാധിക്കണം. നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന മരണവും ഇങ്ങനെ തന്നെയല്ലേ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽ എല്ലാവർക്കും കൊടുക്കുന്നതല്ല ഇത്തരത്തിലുള്ള മരണം. ഒരുപാട് ഭാഗ്യം അതിന് വേണം. പടച്ചറബ് പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഹജ്ജ് കഴിഞ്ഞ് ഇതുപോലെ മരണപ്പെടാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ.